ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഫിസിക്സ് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഫിസിക്സ് നമ്മൾ കാണാൻ പോണത് ടോപ്പിക് നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക് തന്നെയാണ്, എന്താ ഇലക്ട്രിക് ഷോക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ നല്ല കാര്യങ്ങൾ നോക്കാം. Of the accidents related to electricity that occur in India, about 10% is taking place in our state. Okay. അപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഇലക്ട്രിക് ഡെത്തിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റിൻ്റെ 10% നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. Electric shock often leads to death itself. Hence, electricity is to be handled with utmost concern for safety. Electric shock occurs when we touch bare wires or cable with damaged insulation or when lightning strikes. Severe injuries may occur when current flows through our body. എന്താണ് നമ്മുടെ ഈ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഡാമേജ് അല്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് ഷോക്ക് പോലുള്ള ആക്സിഡൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ട് ഷോക്ക് അടിച്ച് മരിച്ചു, നമുക്ക് ഇഷ്ടം പോലെ വാർത്തകൾ നമ്മൾ പേപ്പറിൽ നിന്ന് കാണാറുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ 10% ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിക്കുന്ന അപകടങ്ങളിൽ 10% നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ. അപ്പം എന്താണ് അത്രയും സേഫ്റ്റി ആയിട്ട് വേണം നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്താണ് ഇലക്ട്രിക് ഷോക്ക് എപ്പോഴും ഒക്കെ അറിയാം ഒന്നുമല്ല, അതിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഫേസ് വയറിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറയും അല്ലേ. അപ്പോൾ ഫേസ് വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫേസ് വയർ ഏത് ബോഡി ഏത് വസ്തുവായിട്ടാണ് കണക്ട് ചെയ്തേനെ അതിൻ്റെ ബോഡിയിലേക്കും അതിൻ്റെ എന്ത് വരും, അതിൻ്റെ കറണ്ട് വരും. അപ്പോൾ നമ്മൾ കയറി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഷോക്ക് അടിക്കും. ഞാൻ അയൺ ബോക്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഫേസ് വയറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ടാവും അവിടെ അതിൻ്റെ ഇതിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഇൻസുലേഷൻ. അത് കറക്റ്റ് ഇൻസുലേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് തന്നെ. പക്ഷെ കുറേ നാളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻസുലേഷനൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ കുറേ വയറൊക്കെ ഇങ്ങനെ ചുറ്റി ചെയ്യാൻ നമ്മൾ പുറമേക്ക് കാണുമ്പോൾ ഫേസിന് മുന്നോട്ടുള്ളൊന്നും കാണില്ല അല്ലേ. പഴയ അയൺ ബോക്സിലൊക്കെ കാണാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ വയറൊക്കെ വിട്ടുകൊടുങ്ങനെ അതിൻ്റെ മീതെ ഒരു വെള്ള ചുറ്റിലുണ്ട്, ആ വയറിൻ്റെ മീതെ. ആ ചുറ്റിൽ വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വയസ്സ് പോകണം കാണാൻ പറ്റും. അപ്പോൾ ആ ഇൻസുലേഷനൊക്കെ പോകുമ്പോൾ സംഭവിക്കുക, ഈ ഫേസ് കറണ്ട് ആ ഉപയോഗിക്കുന്ന ബോഡിയിലേക്കും വരും. ഓക്കെ. ആ വസ്തു ഏത് വസ്തുവിലാണോ അറ്റാച്ച് ചെയ്തതിന് അതിൻ്റെ ബോഡിയിലേക്കും വരും. അപ്പോൾ നമ്മൾ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എർത്തിലേക്ക് പോകേണ്ടതാണ്. ഇനി കുറേ നാളത്തെ ഉപയോഗം മൂലം അതിൻ്റെ എർത്ത് വയറിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള വഴിയുണ്ട്. ഓക്കെ. മരിക്കണമെന്നില്ല, ചില ഇത് സംഭവങ്ങൾ വളരെ മരണം വരെ നടക്കാം. അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ്നിങ് ഇടി വെട്ടുമ്പോൾ ഇടിവാള് മിന്നുമ്പോൾ എന്താണ് സർക്യൂട്ടുകളുടെ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇടിവാള് വെട്ടുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ അത് അങ്ങനെ ഒരു സാധനം ഇടി വെട്ടുമ്പോൾ എന്ത് സംഭവിക്കുക, ഈ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ സർക്യൂട്ടുകളിലൊക്കെ കറണ്ടിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടി വെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ടി വിയും നിങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഇടി വെട്ടുമ്പോഴേക്ക് ഓടിപ്പോയി ടി വിയും ഇതൊക്കെ ഊരിടുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ, പോവാതിരിക്കാൻ. കാരണം എന്താ, ഇടിയുടെ ആ ഒരു എഫക്റ്റും കൊണ്ട് നമ്മുടെ സർക്യൂട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പം അത് സംഭവിക്കുക, അപ്പോൾ ആ ഒരു ഇൻക്രീസ് ചെയ്യുന്നത് മൂലം സംഭവിക്കും ചിലപ്പോൾ നമുക്ക് തന്നെ എന്തായിരിക്കും ആ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് തന്നെ ഷോക്ക് അടിക്കാനുള്ള വഴിയുണ്ട്. അതുകൊണ്ടാണ് ഇടി വെട്ടുമ്പോൾ നിങ്ങൾ യാതൊരു സാധനം യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ഇടി വെട്ടുമ്പോൾ നമ്മളെല്ലാം ഇലക്ട്രിക് അപ്ലയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ നിന്ന് ഓവറായിട്ട് കറണ്ട് വരും. അപ്പോൾ നമുക്ക് ആ മൂലം ഷോക്ക് അടിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. In addition to electric shock, blisters may also occur. Okay, blisters എന്ന് വെച്ചാൽ എന്താ, വെള്ളം കുമിള അല്ലെ, നമ്മൾ പൊള്ളി സ്ഥലത്ത് ഇങ്ങനെ ഒരു കുമിള പൊന്തൂലേ, ഉള്ളിൽ വെള്ളമായിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ അടുപ്പം വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് പൊള്ളിയ നല്ല പൊള്ളലാണെങ്കിൽ, ചെറിയ പൊള്ളലാണെങ്കിൽ അല്ല, നല്ലോണം പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്മുടെ അത്രയും ശരീരം അല്ലെ അത്രയും ആ ഭാഗം വീർത്തൊരു കുമിള പോലെ വീർക്കും ഉള്ളിൽ വെള്ളം കെട്ടിയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ അതും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. If somebody gets an electric shock, the main switch should be switched off immediately. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരാൾക്ക് ഷോക്ക് അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങിയ ഷോക്ക് അടിക്കുന്ന ഓടിച്ചെന്ന് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാനല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്, ഓടിപ്പോയി നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ആയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ കയറി പിടിക്കും, അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും അല്ലേ. കയറി പിടിക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യും, ഷോക്ക് അടിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊരാൾ എന്താണ് എർത്തടിക്കാൻ ഇങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, separate the electrocuted person using a dry and wooden piece. അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താണ് ഈ എന്താണ് കറണ്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്, കയറി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിടാൻ പറ്റില്ല. ഓക്കെ. ഇലക്ട്രിക് ഷോക്കിന് പ്രത്യേകതയുണ്ട്, നമ്മൾ ഒരു അട്രാക്ട് ചെയ്ത് ഇടിക്കുക അതിൻ്റെ ആ ഒരു എഫക്റ്റ്. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ വലിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ കൈയാണ് അവിടെ വെച്ച് ഷോക്ക് അടിക്കണമെന്ന് നമുക്ക് തന്നെ സ്വയമായിട്ട് നമ്മളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിടിക്കാൻ പറ്റില്ല, ഒരു എഫക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക,
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡ്രൈ വുഡൻ, ഈ മരക്കഷ്ണം ഉണങ്ങി മരക്കഷ്ണം ആയിരിക്കണം, പച്ച ആയിരിക്കരുത്. കാരണം പച്ച മരക്കഷ്ണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. അതുകൊണ്ട് ഉണങ്ങിയ സാധനങ്ങൾ ഏതെടുത്തായാലും നിങ്ങൾക്ക് അയാളെ എന്ത് ചെയ്യുക, ആ സർക്യൂട്ടിൽ നിന്ന് ആ കണക്ഷനിൽ നിന്ന് മാറ്റുന്നത്. നല്ല അടി കൊടുക്കേണ്ടി വരും, എന്നാലേ തെറിച്ച് പോവുള്ളൂ. ഓക്കെ, നല്ല മരക്കഷ്ണം നല്ല. അപ്പം അയ്യോ നോക്കേണ്ട ഇത് എന്താ, ഷോക്കടിച്ച് മരിക്കാനൊക്കെ നല്ല ഒരു അടി കൊള്ളുന്നത്. അപ്പോൾ എന്ത് നല്ലോണം ഫോഴ്സിലടിക്കുക, ആ അടിയുടെ ഇത് മൂലം ആൾ തെറിച്ച് വീഴും. ഓക്കെ, അവന് മരത്തിൻ്റെ കസേര ഇപ്പം മരത്തിൻ്റെ കഷ്ണം നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മരത്തിൻ്റെ കസേര അല്ലെങ്കിൽ മരത്തിൻ്റെ ഡ്രൈ ആയിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നനവുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്ത് നിങ്ങൾക്കും കൂടി ഷോക്ക് അടിക്കും, നിങ്ങളുടെ ജീവനും കൂടി ആപത്തുണ്ടാവും. അതുകൊണ്ട് ഉണങ്ങി എന്ത് സാധനം വെച്ചിട്ടായാലും നമുക്ക് എന്താ ചെയ്യാം, അയാളെ ആ ഷോക്ക് അടിച്ച പേഴ്സണെ അതിൽ നിന്ന് വിടിയിക്കാൻ പറ്റും. അതുകൊണ്ട് നെവർ ടച്ച് ദ അഫക്റ്റഡ് പേഴ്സൺ വിത്ത് യൂസിങ് ബെയർ ഹാൻഡ്. നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച്, ബെയർ ഹാൻഡ് നമ്മുടെ സ്വന്തം കൈകൾ ഉപയോഗിച്ച് ആ പേഴ്സൺ ഒരിക്കലും ടച്ച് ചെയ്യാൻ പോകരുത്, ഇലക്ട്രിക് ഷോക്ക് അടിച്ച് നിൽക്കുമെന്നാണ് പറയുന്നത്. എന്താ, സംടൈംസ് ഹൈ വോൾട്ടേജസ് may not cause any damage. Even then one should seek medical help immediately because it may affect the brain. ചിലപ്പോൾ നമുക്ക് എന്താണ് ഹൈ വോൾട്ടേജ് ഷോക്ക് ഒക്കെ അടിക്കും, പക്ഷെ എന്താ നമുക്ക് സ്വയം തന്നെ വിട്ടുപോരും. നമ്മൾ അതൊരു അട്രാക്ട് ചെയ്യില്ല, ആ ഷോക്ക് അടിച്ച് നമുക്ക് തന്നെ എന്താ വിട്ടുപോരും. നമുക്കൊന്നും തോന്നി, നമുക്ക് കുഴപ്പമൊന്നും തലയ്ക്കൊരു പെരുപ്പ് പോലെ തോന്നുന്നു, നമുക്ക് വേറെ കുഴപ്പമൊന്നും പറ്റില്ല അല്ലേ. പക്ഷെ അങ്ങനെ ഇരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഷോക്കൊക്കെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പിലെപ്സി, ഡിപ്രഷൻ, ആങ്സൈറ്റി മേ ഒക്കർ. ആ ബ്രെയിനിന് ആ ഷോക്ക് അടിക്കുന്ന മൂലം ബ്രെയിനിൻ്റെ സെൽസിന് എന്തുണ്ടാവും, ക്ഷതം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുമൂലം ഡിപ്രഷൻ, ആങ്സൈറ്റി, എപ്പിലെപ്സി എന്ന് പറഞ്ഞുള്ള അസുഖങ്ങളൊക്കെ വരാം. മേ ഒക്കർ, ഉറപ്പല്ല, ചിലർക്ക് വരാം. ഈവൻ ഇഫ് ദ വോൾട്ടേജ് ഈസ് സ്മോൾ, വോൾട്ടേജ് ചെറുതാണെങ്കിൽ പോലും ഇറ്റ് മേ ലീഡ് ടു ചിലർ ഷോക്ക് അടിച്ചപ്പോൾ തന്നെ അൺകോൺഷ്യസ് ആവും അല്ലെ, നമ്മുടെ ബോധം പോവും. എന്താണ്, വോൾട്ടേജ് ചെറുതാണെങ്കിലും ബോധം പോവും. എന്താണ്, അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന മൂലം നമുക്ക് എന്താണ്, ചിലർക്ക് കണ്ണിന് കാഴ്ച പോവാം, ചിലർക്ക് ചെവിയുടെ കേൾവി ശക്തി പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുമ്പോൾ വളരെ വളരെ കോഷ്യസ് ആയിരിക്കണം, വളരെ അധികം പ്രിക്കോഷൻസ് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രിസിറ്റി എന്താ കളിക്കുക, പിള്ളേർക്കൊക്കെ ഒന്നും ഒരിക്കലും എന്താണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കരുത്. നിങ്ങളായാലും തന്നെ ചെയ്യരുത്, സൂപ്പർവിഷനിലോ അല്ല മാത്രം ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രിക്കോഷൻസ്, നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കണം. എന്തൊക്കെയാണ് ആ മുൻകരുതലുകൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നെവർ ഹാൻഡിൽ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഓർ ഓപ്പറേറ്റ് സ്വിച്ചസ് വെൻ ദ ഹാൻഡ്സ് ആർ വെറ്റ്. നമ്മുടെ കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ സ്വിച്ച് ഇടുകയോ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡുമ്പോൾ പണിയോ ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആയാലും നനഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ തുടരുത്. കാരണം നനഞ്ഞിരിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള ഇത് കൂടുതലാണ്. ഓക്കെ, നനഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇലക്ട്രിക്കൽ വർക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. Insert plugs into socket and withdraw them only after switching off. ചിലരുണ്ട്, അതായത് നിങ്ങൾ വലിയൊരിക്കലും ചെയ്യുന്നതായിരിക്കും, സ്വിച്ച് ഓൺ ആക്കിയിടും, സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ട് എന്ത് ചെയ്യും, പ്ലഗ് കുത്തും അല്ലേ. അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആക്കാണ്ട് പ്ലഗ് വലിച്ചെടുക്കും. അതൊക്കെ എന്താണ്, വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സോക്കറ്റിലേക്ക് എന്താ പ്ലഗ് കുത്തിയതിന് ശേഷം മാത്രം സ്വിച്ച് ഓൺ ചെയ്യുക. അതേപോലെ തന്നെ സോക്കറ്റിൽ നിന്ന് നിങ്ങൾ ഇത് എടുത്തതിന് ശേഷം മാത്രം, അല്ല ഓഫ് ചെയ്തതിന് മാത്രം നിങ്ങൾ സോക്കറ്റിൽ നിന്ന് വലിച്ചെടുക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ കറണ്ട് എന്താണ് ആ ഡിവൈസിലേക്ക് വരുന്നുണ്ട് അല്ലേ. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഡിവൈസിലേക്ക് കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ഡിവൈസിന് തന്നെ ചിലപ്പോൾ കേട് സംഭവിക്കും. ഓക്കെ, എൻ്റെ ഉള്ളിൽ UPS കത്തിപ്പോയത് അങ്ങനെയാണ്. സ്വിച്ച് ഓൺ ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, ഓൾറെഡി സ്വിച്ച് ഓൺ ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, പ്ലഗിൽ നിന്ന് ഊരി എന്ത് ചെയ്തു, പെട്ടെന്ന് ഇതിൽ നമ്മുടെ UPS പുക വന്നു, ടക്കടക്കാൻ വെച്ചാൽ പുകയൊക്കെ വന്നതിൽ കരിഞ്ഞ മണക്ക് വന്നു. UPSൻ്റെ കാര്യം പോക്കായി. 3000 രൂപ എൻ്റെ കുഞ്ഞിലാണുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം സ്വിച്ച് ഓൺ ആയിരുന്നു. പക്ഷേ ഞാൻ സ്വിച്ച് ഓൺ ആയിരുന്ന സ്വിച്ചിൽ നിന്ന് ആ പ്ലഗ് ഊരിയാണ് ചെയ്തത്. അപ്പം അങ്ങനത്തെ പണത്തിനൊന്നും ചെയ്യരുത്. എന്താ, നമ്മുടെ ഡിവൈസ് ചിലപ്പോൾ അത് ഇതോടെ ഡിവൈസിനാണ് കേട് പറ്റിയത്, ചിലപ്പോൾ നമുക്ക് തന്നെ കേട് പറ്റാം. ഓക്കെ, ഷോക്ക് അടിക്കാം. അതേപോലെ തന്നെ വിയർ റബ്ബർ ഫുട്വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഇലക്ട്രിക്കൽ ഡിവൈസ് ഉപയോഗിക്കും നമ്മൾ റബ്ബർ കൊണ്ടുള്ള ചെരുപ്പിടാനാണ് പറയുന്നത്. കാരണം നമുക്ക് ഷോക്ക് അടിച്ചാൽ അത് എർത്തിലേക്ക് നമുക്ക് എന്താ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലുള്ള ഷോക്ക് വലിച്ചെടുത്ത് എർത്തിലേക്ക് പോകും. ഓക്കെ, ഒരു എർത്തിങ് എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് റബ്ബർ ഡിവൈസ് അല്ല റബ്ബർ എന്ത് യൂസ് ചെയ്യാൻ പറയുന്നത്, ചപ്പൽസ്, റബ്ബർ ഫുട്വെയർ യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഇലക്ട്രിക്കൽ ലൈൻമാനൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരുടെ കാലിമൊക്കെ എന്താണ് റബ്ബറിൻ്റെ ഒരു വലിയ ഷൂ ഉണ്ടാവും. അതിൽ ഷൂ നിങ്ങൾ പോസ്റ്റമ്മ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, അവരുടെ കാലിമൊക്കെ റബ്ബറിൻ്റെ ഷൂ ഉണ്ടാവും. വെറുതെ അവർ ചെരുപ്പില്ലാണ്ടാണ് പോസ്റ്റമ്മ കയറുന്നത്, അല്ല അവർക്ക് അത്രയും കൈമ ഗ്ലൗസ്, എന്താ കാലിമ റബ്ബറിൻ്റെ ഷൂ, റബ്ബറിൻ്റെ ഗ്ലൗസ് കൈമ ഉണ്ടാവും, അതുപോലെ റബ്ബറിൻ്റെ ഷൂ കാലിമ ഉണ്ടാവും.
ഓക്കെ. അപ്പം അങ്ങനെ അവർ ഇനി നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്താ അപ്പോൾ ലൈൻമാനെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ലൈൻമാനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഉറപ്പുള്ള ലൈൻമാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ. ഷോക്ക് അടിക്കാതിരിക്കാൻ. Do not touch the interior parts of the cable TV adapters. Ensure that there is an insulated cap for the adapters. ഇപ്പോൾ നമ്മൾ കേബിൾ TV ഒന്ന് നമ്മുടെ TVയിലേക്ക് ഒരു അഡാപ്റ്റർ കുത്തി വയ്ക്കാൻ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കേബിളിൽ നിന്ന് തന്നെ വയർ നമ്മളെ TVയിലേക്ക് നമ്മൾ കുത്തി വയ്ക്കുക ചെയ്യുന്ന സൈഡിൽ നമ്മൾ സോക്കറ്റിലേക്ക് കയറ്റി വയ്ക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് നമ്മൾ നനഞ്ഞ ഹാൻഡ്സ് കൈ കൊണ്ട് എടുക്കരുത്. അതേപോലെ തന്നെ അതിൻ്റെ അഡാപ്റ്ററിൻ്റെ ഉള്ളിലൊന്നും നിങ്ങൾ കൈ വിട്ട് കുത്തി നോക്കാൻ പാടില്ല അല്ലേ. എന്ത് ചെയ്യും, അഡാപ്റ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കുത്തി നോക്കി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിലേക്കൊന്നും കൈ ഇറക്കി പരീക്ഷിച്ച് നോക്കരുത്. അതേപോലെ തന്നെ അഡാപ്റ്റേഴ്സിന് ഇൻസുലേറ്റഡ് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ അതിൻ്റെ പുറത്തേക്കൊന്നും ലീക്ക് ചെയ്യുന്നില്ല, കറണ്ട് ലീക്ക് ചെയ്യില്ല, അത് ലീക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റഡ് ക്യാപ്പ് ഉണ്ട് നിങ്ങൾ എൻഷുർ ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിപ്പെണ്ണ് തന്നെ എന്താ ഫുൾ ടൈം TVയുടെ അവിടെ ചെന്നിട്ട് ഈ വയറ് വലിക്കലാണ് പണി. അപ്പോൾ അത് ഭയങ്കര അപകടമാണ് അല്ലേ. അപ്പോൾ ഞാൻ അത് കെട്ടിപ്പൂട്ടി വെച്ചേക്കാണ്. എന്നാലും അവൾ അത് കിട്ടാൻ പരമാവധി പണി നോക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ മൊബൈൽ ചാർജർ നമ്മൾ എന്താ സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ട് എന്ത് ചെയ്യും, കുത്തും. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ തിരക്കില്ല വയറ് വലിച്ചിട്ടിട്ട് ഫോൺ എടുത്തുകൊണ്ട് പോകുമ്പോൾ പ്ലഗ് അവിടെ ഓണായി കിടക്കും അല്ലേ. കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ചാർജറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളത് ഊയിട്ടെങ്കിലും ആ ചാർജറിൽ ഒരു കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ട്, സ്വിച്ച് ഓൺ ആണ്. അത് ഈ കൊച്ചു ഒരു സ്ഥലത്ത് സംഭവിച്ചതാണ്. കൊച്ചി ചെന്ന് ചാർജർ കടിക്കുമ്പോൾ സംഭവിക്കുക, ആ വയറിന് നനവുണ്ട്. നനവടിച്ച് ഷോക്ക് അടിച്ച കുട്ടി മരിച്ചു, അങ്ങനത്തെ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത് കൊച്ചു കുട്ടികളുള്ള വീട്ടിലൊക്കെ നിങ്ങളുടെ ചെറിയ അനിയന്മാരും ചെറിയ അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വലിയ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കണം. വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും പോയി ചാർജർ കടിക്കാന്നില്ല. പക്ഷേ കൊച്ചു പിള്ളേരിനെ ഓടി ഇപ്പോൾ കുഞ്ഞിപ്പണ്ട് പ്രായമുള്ള പിള്ളേർ ഓടി നടക്കുമ്പോൾ സംഭവിക്കുക, അവർക്കൊരു രസമാണ്, അവർക്ക് അറിയില്ല, അവർ പോയി അത് കടിക്കും അല്ലേ. അവർ ഇവൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ചാർജറാണ്. ആ ചാർജർ ഇട്ടിട്ട് ഫുൾ ടൈം കളി, അവരെന്ത് കൊടുത്താലും അവൾ കളിക്കില്ല. ചാർജർ ഇട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നോളൂ. അങ്ങനെയാണ് പിള്ളേരൊക്കെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ് നിയർ ഇലക്ട്രിക് ലൈൻസ്. നിങ്ങൾ പട്ടം പറത്തുന്നവരുണ്ടോ അല്ലേ. പട്ടം പറത്തുന്നവർ എന്ത് ചെയ്യരുത്, ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്ത് പോയിട്ടൊന്നും വിശാലമായ എന്താ ഈ സ്ഥലത്ത് പോയ വലിയ ഗ്രൗണ്ടിൽ പോയാൽ പട്ടം പറത്താൻ പാടുള്ളൂ. എന്നിട്ട് ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്ത് നിന്ന് പട്ടം പറത്തരുത്. നിങ്ങൾ പട്ടം ലൈൻമ കുരുങ്ങും, അതുവഴി നിങ്ങൾക്ക് അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ പെൺകുട്ടികൾ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ഡു നോട്ട് യൂസ് ടേബിൾ ഫാൻ ടു ഡ്രൈ ഹെയർ. മുടി ഉണക്കാനായിട്ട് ടേബിൾ ഫാൻ്റെ അവിടെ പോയി നിന്ന് കാണിക്കും അല്ലേ. ഞാൻ മിക്കവരും ഞാനും പണ്ട് ചെയ്യാറുണ്ട്, ചീത്ത കിട്ടിയ പിന്നെ ഞാൻ ചെയ്യാറില്ല. എന്ത് സംഭവിക്കുക, ഈ ഫാൻ നമ്മുടെ മുടി എന്താ ഈ ഫാൻ്റെ ലീഫിൻ്റെ ഉള്ളിലേക്ക് കയറും. ഓക്കെ. എന്നിട്ട് അങ്ങനെ അപകടം സംഭവിക്കാനുള്ള വഴിയുണ്ട് അല്ലേ. നമ്മൾ തന്നെ മുടി ഇങ്ങനെ പറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാൻ്റെ ലീഫ് കറങ്ങാണല്ലോ, ചുറ്റി പിടിക്കും. എന്താണ് നമുക്ക് അതേപോലെ നനവും ഉണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനും ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, ടേബിൾ ഫാൻ യൂസ് ചെയ്തൊന്നും മുടി ഉണക്കാനായിട്ട് നിൽക്കരുത്. Ensure that there are no tall buildings or tall trees near electric lines. ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്ത് വലിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ വലിയ ട്രീസോ ഒന്നും ഇല്ല എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം. കാരണം എന്താ, മരത്തിൻ്റെ കൊമ്പൊക്കെ വീഴുമ്പോൾ എപ്പോഴും ഷോർട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ടോൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവ അപകടം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Ensure that main switch and ELCB are switched off when maintenance work is being carried out at home. വീട്ടിൽ മെയിൻ്റെനൻസ് വർക്ക് നടക്കും, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് എൻഷുർ ചെയ്യണം, മെയിൻ സ്വിച്ചും ELCB ഓഫ് ആക്കിയിട്ട് മാത്രമേ നിങ്ങളായാലും എന്ത് കാര്യം ചെയ്യാവൂ. നിങ്ങളിപ്പോൾ ഒരു ബൾബിൻ്റെ ഹോൾഡർ മാറ്റി വയ്ക്കാൻ കയറുന്നതായിരിക്കും അല്ലേ. നമ്മൾ അതൊന്നും കുഴപ്പമില്ല, ഒരു ഹോൾഡർ അല്ലേ എന്നൊക്കെ വിചാരിച്ച് കയറും. പക്ഷേ സേഫ്റ്റിക്ക് എപ്പോഴും എന്താണ്, നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇടുന്നതാണ് സേഫ്റ്റി. ഓക്കെ. നമ്മൾ ഇടുമ്പോൾ കുഴപ്പം പറ്റുന്നതല്ല ഞാൻ പറയുന്നത്, ബൈ ചാൻസ് മനുഷ്യൻ്റെ കാര്യമാണല്ലേ. എന്തെങ്കിലും ഒരു ചാൻസ്, ചെറിയൊരു ചാൻസ് നമുക്ക് എന്ത് സംഭവിക്കാം, ഷോക്ക് അടിക്കാൻ ചാൻസ് സംഭവിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമുള്ളൂ അല്ലേ. ജസ്റ്റ് പോയി ഓഫാക്കുക, ബൾബിടുക, മെയിൻ സ്വിച്ച് ഓൺ ആക്കുക. ഓക്കെ. നിങ്ങൾക്ക് മെയിൻ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല, കാരണം പവർ സപ്ലൈ ഇല്ല, കറണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ അല്ലാണ്ട് ബൾബ് മാറി കഴിഞ്ഞാൽ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ സേഫ്റ്റി നമുക്ക് മുൻകരുതലായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ. അപ്പോൾ അതെല്ലാം മനസ്സിലായല്ലോ, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. പ്രിക്കോഷൻസ് ഡൂയിങ് സം സ്പെഷ്യൽ പ്രിക്കോഷൻസ് ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ
എടുക്കേണ്ട മുൻകരുതലുകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്യൂറിങ് ലൈറ്റ്നിങ്, പിടിവാള് ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് അവോയ്ഡ് യൂസിങ് എനി വർക്ക് ദാറ്റ് വിൽ ബ്രിങ് യു ഇൻ കോൺടാക്ട് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്സ്. പിടിവാള് ഇടിമിന്നലുള്ള സ്ഥലത്തൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്, ഇലക്ട്രിക് സർക്യൂട്ട് ഒന്നും പണിയാൻ പോകരുത്. എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട്? ഈ എക്സസ് കറണ്ട് വരാൻ, ഈ ഇടിമിന്നലിന്റെ പ്രസൻസ് കൊണ്ട് ആ സർക്യൂട്ടിൽ കൂടെ എക്സസ് ആയിട്ടുള്ള കറണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പുറത്താണ് നമ്മൾ ലൈനൊക്കെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇടി വെട്ടുമ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നലിന്റെ പ്രസൻസ് എന്താ, ആ സർക്യൂട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, കറണ്ടിന്റെ പ്രസൻസ് ഇൻക്രീസ് ചെയ്യും. ആ കറണ്ട് നമ്മുടെ വീടുകളിലേക്കും എത്താനുള്ള വഴിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടിമിന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമോ, ടി വി, ഫ്രിഡ്ജ് ആദ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ പ്ലഗിൽ നിന്ന് വിടിയിച്ചിടും. ഓക്കെ, അല്ലെങ്കിൽ സംഭവിക്കും, നമ്മൾ ഇടിമിന്നലൊക്കെ മാറി കഴിഞ്ഞ് നോക്കുമ്പോൾ ടി വി, ഫ്രിഡ്ജൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ പോയി. കാരണം എന്താ, എക്സസ് ആയിട്ട് കറണ്ട് വന്നു. എക്സസ് ആയിട്ട് കറണ്ട് വരുമ്പോൾ ചിലപ്പോൾ ELCB ഒക്കെ ഓഫായി ഡിവൈസിന് കേടൊന്നും പറ്റില്ല, എങ്കിൽ പോലും കേട് പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. ഡ്യൂറിങ് റെയിൻ ആൻഡ് വിൻഡ്, ഇലക്ട്രിക് ലൈൻസ് ആർ ലൈക്ലി ടു ടച്ച് ദ ഗ്രൗണ്ട്. ഓക്കെ, ദിസ് മേ കോസ് ഡേഞ്ചർ. വി ഹാവ് ടു കോഷ്യസ് ഓൺ സച്ച് ഒക്കേഷൻ. വലിയ കാറ്റും ഇടി മഴയൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ പുറത്തേക്ക് അധികം ഇറങ്ങാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനൊക്കെ പൊട്ടി നിലത്ത് വരും. ഓക്കെ, ലൈനൊക്കെ പൊട്ടി നിലത്ത് വീണാണ് പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടി വീഴുന്നത് വെള്ളത്തിലാണ്, അല്ലെങ്കിൽ മഴയൊക്കെ വെള്ളം ഉണ്ടാവും. വെള്ളത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആ വെള്ളത്തിൽ കൂടെ എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക്കിന്റെ കറണ്ട് എന്താ, ലൈൻ മേക്കയുടെ കറണ്ട് വരുന്നുണ്ട് അല്ലേ. എന്ത് ചെയ്യണം, ലൈൻ മേക്കയുടെ കറണ്ട് വരുന്നുണ്ട്, പൊട്ടി വെള്ളത്തിൽ വീണേക്കാൻ പെട്ടെന്ന് നമ്മൾ കാണില്ല. പക്ഷെ ആ വെള്ളം എന്ത് ചെയ്യും, ഇലക്ട്രിക് ഷോക്കിനെ കണ്ടക്ട് ചെയ്ത് നമ്മൾ ആ വെള്ളത്തിലേക്ക് കാല് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇടി വെണ്ണിൽ മഴ ആദ്യമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ലൈൻ കമ്പിയൊക്കെ പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് വലിയ കാറ്റും മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്ന് കയറി നിൽക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ യാത്ര തുടരാം. ഓക്കെ, if water enters home due to floods or other reasons, disconnect the electric connections. Reconnect it only after ensuring that the main switch and the switchboard are perfectly dry. വീടുകളിലൊക്കെ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞിട്ട് മുമ്പത്തെ പോലെ അല്ലേ. ഇപ്പോൾ ചിലരുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ സ്വിച്ച് ബോർഡും മൊത്തം സാധനം വെള്ളത്തിൽ മുങ്ങി കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ വെള്ളം കയറുന്ന വരുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നമ്മൾ ഇലക്ട്രിക് കണക്ഷൻ എന്ന മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടണം. എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ഡിവൈസിനൊന്നും പണിയാൻ പോകരുത്. കാരണം വെള്ളം കയറുമ്പോൾ എന്ത് സംഭവിക്കുക, വെള്ളം ഈ സോക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ, പ്ലഗിൻ്റെ ഉള്ളിൽ കൂടെ കയറും. എന്താ ചെയ്യുക, ഇലക്ട്രിക്കിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, വെള്ളത്തിൽ വെച്ച് ഷോക്ക് നമുക്ക് അടിക്കും അല്ലേ. വീട്ടിലെ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കയറുന്ന എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. അതേപോലെ തന്നെ തിരിച്ച് ഓണാക്കേണ്ടത് എപ്പോഴാണ്, വെള്ളം ഇറങ്ങിപ്പോയില്ലോ എന്ന് പറഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓടി ഓണാക്കാൻ നിൽക്കരുത്. നിങ്ങൾ എൻഷുർ ചെയ്യണം. സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയതാണ് അല്ലേ. അപ്പോൾ സ്വിച്ച് ബോർഡൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്വിച്ച് മെയിൻ സ്വിച്ച് ഓൺ ചെയ്യാവൂ. അല്ലെങ്കിൽ നനവിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ വേഗം കറണ്ട് നമുക്ക് അടിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ, തിയറിയാണ്, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതേ ഉള്ളൂ. ഇനി എന്താണ്, നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് അല്ലേ. ഒരാൾ ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് വീഴുന്നത് നിങ്ങൾ കാണണം. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോണത്. ആസ് എ റിസൾട്ട് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, the body temperature of the victim decreases, viscosity of the blood increases and clotting of blood occur. എന്താണ്, ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ കട്ടി കൂടും. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ കുറയും. നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുക, ബ്ലഡിന് കട്ടി കൂടും. ബ്ലഡിന് കട്ടി കൂടി കഴിഞ്ഞാൽ സംഭവിക്കും, ബ്ലഡ് ഫ്ലോ ചെയ്യില്ല അല്ലേ. ബ്ലഡ് ഫ്ലോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ നമ്മുടെ ജീവന നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരാൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ മസാജ് ചെയ്യണം. അയാളുടെ കൈയും കാലമൊക്കെ നല്ലോണം മസാജ് ചെയ്യണം. എന്തിനാ, ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബോഡിക്ക് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്ലഡ് പഴയ രീതിയിലേക്ക് എത്തും. എന്ത് ചെയ്യാം, ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കുറേ അതാണ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച ആൾക്കാരെ നമ്മൾ കുറേ നേരം അവരെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ മരണം സംഭവിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഷോക്ക് അടിച്ചു, നമ്മളവരെ ആരും വിട്ടു പോന്നിരിക്കാം. എന്താ, പക്ഷെ നമ്മൾ അവരെ ആരും കണ്ടില്ല അല്ലേ. അവരങ്ങനെ കിടന്ന് പിറ്റേ ദിവസമൊക്കെ എന്താ സംഭവങ്ങളുണ്ട്. പറമ്പിലൊക്കെ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കിടന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ മരിച്ചെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, വിസ്കോസിറ്റി കൂടും. അപ്പോൾ ബ്ലഡിൻ്റെ കട്ടി കൂടും, ബ്ലഡ് ഒഴുകില്ല ആവശ്യം. അപ്പോൾ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിയാലേ ബ്ലഡ് പമ്പ് ചെയ്യുള്ളൂ അല്ലേ. ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തില്ല, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് പറ്റും. അങ്ങനെ മരണം സംഭവിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് കൈയും കാലും, ഈ കൈയുടെ ഉള്ളും കാലിൻ്റെ അടിയും നല്ലോണം തിരുമ്മി കൊടുക്കുക. നമ്മൾ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുക. ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ബ്ലഡ് ഓട്ടോമാറ്റിക്കായിട്ട് പഴയ രീതിയിലേക്ക് വരും. പഴയ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കും അറ്റാക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നൊക്കെ അതിൻ്റെ സാധ്യത കുറവായിരിക്കും. എന്നാൽ നിങ്ങളത് ഫുൾ തിരുമ്മിക്കൊണ്ടിരിക്കരുത്. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അതേപോലെ എന്തൊക്കെ ചെയ്യേണ്ട കാര്യം എന്തുണ്ട്, മസാജ് ചെയ്ത് ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അയാൾ ബോധം ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് ബ്ലഡ് ഓടാത്തതുകൊണ്ട് എന്താ, ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിയാൽ മാത്രമേ നമുക്ക്
എന്താ റെസ്പിറേഷൻ നടക്കുള്ളൂ അല്ലേ, ശ്വസിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റെസ്പിറേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചെസ്റ്റ് പ്രസ് ചെയ്ത് മൗത്ത് ടു മൗത്ത് ഒക്കെ നമുക്ക് റെസ്പിറേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റെസ്പിറേഷൻ കൊടുക്കുക. മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. മസിലിനൊക്കെ എന്ത് സംഭവിക്കും, മസിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു വലിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ, നമ്മൾ ഷോക്കല്ല അടിച്ചാൽ മസിലൊക്കെ ഒന്ന് വലിഞ്ഞ് പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ മസിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് നിന്ന് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഹാർട്ടിൽ നിന്ന് CRP ഒരു ഹാർട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇത് ചെസ്റ്റിൽ നല്ലോണം പ്രസ് ചെയ്ത് ഹാർട്ടിൻ്റെ ഫംഗ്ഷനിങ് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗം നിങ്ങൾ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അയാളുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ ജീവൻ ഓൺ ദ സ്പോട്ടിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഡോക്ടർ, എല്ലാവരും ഡോക്ടർ നേഴ്സ് ആവണമെന്നില്ലല്ലേ, ആ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് അല്ലാത്ത ആൾ ജീവൻ രക്ഷിക്കാൻ കഴിയണം. അപ്പോൾ അതിനുള്ള ഇതാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ല ജീവൻ നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ബാക്കി ഡോക്ടർ നേഴ്സും അവരൊക്കെ നോക്കിക്കോളും. Electricity is an integral part of our day-to-day life. This energy is to be conserved for tomorrow. Hence, its consumption should be reduced to the minimum possible. Saving electricity is equivalent to generating electricity. Electricity is highly useful, at the same time it is a dangerous form of energy. Hence, electrical appliances should be handled with extreme care. എന്ന് കാര്യം പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. കറണ്ട് ഇല്ലാണ്ട് നമുക്ക് ഒരു ദിവസം തള്ളി നിൽക്കാൻ തന്നെ ഭയങ്കര ഭാരമായിരിക്കും അല്ലേ. ഈ കറണ്ടില്ല, ഫാൻ വർക്ക് ചെയ്യില്ല, TV വർക്ക് ചെയ്യില്ല, ഫോണിന് ചാർജ് ഇല്ല. അപ്പോൾ കറണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് മാത്രം പോരല്ല, നമുക്ക് തലമുറകളോളം ഈ സാധനം വേണം. അതുകൊണ്ട് നമ്മൾ എനർജീനെ കൺസേർവ് ചെയ്യണം. ഓക്കെ, എനർജീനെ നമ്മൾ സംരക്ഷിക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാണ്ട് സ്വിച്ചുകളിലായിട്ട് ഫാനൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് നമ്മൾ ഭൂമിയിൽ ഇറങ്ങി പോകുമ്പോൾ ലൈറ്റ് സ്വിച്ചും ഫാനൊക്കെ ഓൺ ആയിരിക്കും അല്ലേ. ഇന്നും ചെയ്യേണ്ട ആവശ്യം കഴിയുമ്പോൾ സ്വിച്ചൊക്കെ ഓഫ് ആക്കുക, എനർജീനെ കൺസർവ് ചെയ്യുക. എനർജി ജനറേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എനർജി സംരക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, എനർജി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ അധികം ഉപകാരമുള്ളൊരു എനർജി ആണെന്നുണ്ടെങ്കിലും അത് അതേപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്ട്രീം കെയർ, അറ്റ്മോസ്റ്റ് കെയർ എടുത്തിട്ട് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാനും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഹൗസ് ഹോൾഡ് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള സെക്ഷനാണ് അടുത്തതെന്ന് പറയുന്നത്. കുറേ ഡിവൈസിനെ പരിചയപ്പെടണം. പിന്നെന്താ, പിന്നെ അത്രയേ ഉള്ളൂ. ആ ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ജസ്റ്റ് സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട, ലാബിൽ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇപ്പം ചെയ്ത് കാണിക്കേണ്ട ഇതില്ലല്ലോ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എന്താ കണ്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിൻ്റെ നാളെയും കൂടി ക്ലാസ്സിൽ നമ്മുടെ ഈ പാഠം തീരും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഈ ഫിഗറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെക്ഷൻ നാളെ എടുത്ത് നമുക്ക് നാളെ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.